പരിക്ക് പറ്റിയവരുടെ ചികിത്സ അവർക്ക് സ്വയം നടത്തേണ്ടി വരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. സർ, ഞങ്ങളെല്ലാം അതിനുശേഷം പല പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. ഗുരുതരമായി പരിക്ക് പറ്റി കിടക്കുന്ന ആളുകൾക്ക് പോലും തന്നെത്താൻ ചികിത്സ നടത്തേണ്ട സ്ഥിതിയാണ് അവിടെ ഉള്ളത്. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു എല്ലാ ചികിത്സയും കൊടുക്കുമെന്ന് ഇവിടെ പ്രഖ്യാപിച്ചു. സർ, എന്നാണ് ആ തീരുമാനം എടുത്തത്? ഫെബ്രുവരി 22-ാം തീയതി 2025 കഴിഞ്ഞ മാസം. അന്നാണ് തീരുമാനം എടുക്കുന്നത്. എന്താണെന്ന് അറിയാമോ തീരുമാനം എടുക്കേണ്ടത്? അവിടെ ഈ പറയുന്ന ഗുരുതരമായ അസുഖങ്ങൾ ബാധിച്ചിട്ടുള്ളവർക്ക് ചികിത്സാ ചെലവുകൾ നൽകുന്നതിനുള്ള മാർഗനിർദ്ദേശം തീരുമാനിക്കാനുള്ള യോഗം കൂടി ജില്ലാ കളക്ടർ ദുരന്ത നിവാരണ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഒരു കത്തയക്കുന്നത് ഫെബ്രുവരി മാസത്തിലാണ്. ഈ കഴിഞ്ഞ 22-ാം തീയതിയാണ്. അല്ല റെഗുലറൈസേഷൻ അല്ല. അന്നാണ് ആ യോഗത്തിൽ വെച്ച് അതിൽ പറയുന്നുണ്ട്. എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ, അതിൻ്റെ അകത്തെ വിശദാംശങ്ങൾ ഗൂഗിൾ മീറ്റിംഗ് കൂടിയിട്ട് പറയുന്നുണ്ട്. ഇപ്പോഴാണ് ആളുകളുടെ പരാതിയും സമരങ്ങളും നിരന്തരമായ സമരങ്ങൾ വന്നിട്ടാണ്. സാർ, കഴിഞ്ഞ 7 മാസക്കാലം അവർ ചികിത്സ നേടിയിരുന്നത് സ്വന്തം പോക്കറ്റിലെ പണമെടുത്തും ആരുടെയെങ്കിലും ഔദാര്യത്തിന്റെ ഭാഗമായിരുന്നു. സാർ, ഇത്രയും പേർക്ക് ദുരന്തം ഉണ്ടായിട്ട് അവർക്കൊരു ചികിത്സ കൊടുക്കാൻ പോലും ഉള്ള സൗകര്യം സർക്കാർ ചെയ്തു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ തെറ്റാണ്. സാർ, കുട്ടികളുടെ വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം ചില ഏജൻസികൾ വന്ന് MLA മുൻകൈയെടുത്ത് നടപ്പാക്കി എന്നല്ലാതെ സർക്കാരിന്റെ കയ്യിൽ ലിസ്റ്റ് ഉണ്ടോ സാർ? ഉന്നത വിദ്യാഭ്യാസം അതിനകത്ത് എന്ത് നടപടിയാണ് ഗവൺമെന്റ് ചെയ്തത്? ചില ഏജൻസികൾ വന്ന് ചിലർക്ക് സഹായം നൽകി എന്നല്ലാതെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും. കാരണം എന്ന് വെച്ചാൽ എല്ലാം നഷ്ടപ്പെട്ടു. നേരത്തെ പറഞ്ഞതുപോലെ ഭൂമി നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, കൃഷി നഷ്ടപ്പെട്ടു, ജീവനോപാധികൾ നഷ്ടപ്പെട്ടു. എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കും? എങ്ങനെയാണ്? പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾ വരെയുണ്ട്. അവരുടെ ഫീസ് എങ്ങനെ കൊടുക്കും? അവരുടെ ഹോസ്റ്റൽ ഫീസ് എങ്ങനെ കൊടുക്കും? അവരുടെ വിദ്യാഭ്യാസ ചെലവ് എങ്ങനെ കൊടുക്കും? എന്ത് നടപടിയാണ് സാർ സർക്കാർ ആ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത്? സാർ, മുതിർന്ന ആളുകളുണ്ട്, പ്രായമായ ആളുകൾ, അവരുടെ ആരോഗ്യം വളരെ ഗുരുതരമായ പ്രശ്നമാണ്. ഒരു നയാ പൈസ സാർ കയ്യിലില്ല. ഒരു നയാ പൈസ. അവർക്ക് മരുന്ന് മേടിക്കാനുള്ള പൈസ ഈ മുതിർന്ന ആളുകൾക്ക്, ഡയബറ്റിക് പേഷ്യന്റിന് പോലും മരുന്ന് മേടിക്കാൻ ഞങ്ങളോട് നേരിട്ട് പറഞ്ഞതാണ്. നമ്മളോടൊക്കെ പറയുന്ന കാര്യം ഞങ്ങൾ ആരെയെങ്കിലും വിളിച്ചു പറഞ്ഞ് ഏർപ്പാട് ചെയ്ത് കൊടുക്കും. അത് മതിയോ? മുതിർന്ന ആളുകളുടെ ആരോഗ്യം, ഈ വാടക വീടുകളിൽ താമസിക്കുന്നവരുടെ ആരോഗ്യം ആരും നോക്കും സാർ? എല്ലാ ദിവസവും 300 രൂപ കൊടുത്തിരുന്നു. ശരിയാണ്, 3 മാസം കഴിഞ്ഞപ്പോൾ അത് നിർത്തി. ഇപ്പൊ കൊടുക്കുമെന്ന് അങ്ങ് പറയുന്നുണ്ട് 9 മാസത്തേക്ക്. പക്ഷെ കൊടുക്കുന്നില്ല സാർ, അവർക്ക് കിട്ടുന്നില്ല പണം. അതുകൊണ്ടല്ലേ MLA തന്നെ വന്ന് ഈ ഹൗസിൽ വന്ന് പരാതി പറയുന്നത്. സാറേ, അവർ അങ്ങേക്ക് അറിയാവുന്നതാണ്, പെട്ടെന്ന് ശ്രദ്ധിക്കാത്തായിരിക്കും. KSTMയുടെ നിയമം അനുസരിച്ച് ഇങ്ങനൊരു ദുരന്തമുണ്ടായാൽ 3 മാസത്തേക്ക് അവിടെ പണം കൊടുക്കാനുള്ള അധികാരം KSTMയ്ക്കുള്ളൂ. NDMയ്ക്ക് വേണമെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ എന്ത് വേണം സാർ? ഇത് ഒരു ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറായി പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള നടപടിക്രമം വേണം സാർ. അത് പ്രഖ്യാപിക്കാനുള്ള കത്ത് വരെ തന്നത് ഡിസംബർ 30-നാണ് സാർ. അത് കഴിഞ്ഞപ്പോൾ ക്യാബിനറ്റ് അത് ചെയ്യേണ്ടത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്, അവരോട് നിർദ്ദേശിച്ചു. ആ പ്രഖ്യാപിച്ച ദിവസം മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെ അത് കൊടുക്കുകയും ചെയ്യും. സാർ, 3 മാസം കഴിഞ്ഞാൽ ഇത് പിന്നെ കൊടുക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. ഇവരുടെ പുനരധിവാസം അനിശ്ചിതമായി വൈകുകയാണ്. ഇപ്പൊ എങ്ങനെ നമുക്ക് അവരെ മാറ്റി താമസിപ്പിക്കാൻ കഴിയില്ല. പിന്നെ അവരെങ്ങനെയാണ് സാർ ജീവിക്കുന്നത്? ഗവൺമെന്റിന് മന്ത്രിസഭാ യോഗം കൂടി തീരുമാനമെടുക്കാമല്ലോ. ഈ 3 മാസം കഴിഞ്ഞുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് 1 മാസത്തേക്കോ 2 മാസത്തേക്കോ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നത് വരെ അങ്ങ് ഈ സാങ്കേതികമായ കാര്യങ്ങൾ പറഞ്ഞാൽ അവരെങ്ങനെ ജീവിക്കും സാർ? ഒരു മരുന്നെങ്ങനെ മേടിക്കും? അവരെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്? ഒരു കിറ്റാണ് കൊടുത്തത്. അവരതിന് പോയതിനു ശേഷം ഒരു കിറ്റാണ് സാർ ജീവിക്കാൻ. അവിടെ താമസിക്കുന്ന വാടക വീട്ടിൽ താമസിക്കുന്ന ആളുകൾ ജീവിക്കാൻ വേണ്ടി, ജീവിതത്തിന്റെ 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. നമ്മളതിനെ അഡ്രസ് ചെയ്യുന്നില്ല സാർ. ജീവനോപാധികൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് പുതിയ തൊഴിൽ കൊടുക്കാനുള്ള എന്തെങ്കിലും സംവിധാനം നമ്മൾ ഈ 8 മാസമായിട്ട് ചെയ്തു. കൃഷിസ്ഥലം നഷ്ടപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാരം കൊടുത്ത് അവർക്ക് ഏതെങ്കിലും പൊതുവായ ഒരു സ്ഥലത്ത് കൃഷി ഇറക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുത്തോ സാർ? ഞങ്ങൾ പറഞ്ഞത് മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് വേണമെന്നാണ്. ഓരോ കുടുംബത്തിലെ ഓരോ സ്ഥിതിയാ. ചില വീട്ടിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു, കുട്ടികൾ മാത്രമാണ്. അത് പ്രത്യേകമായ രീതിയിൽ അഡ്രസ് ചെയ്യണം. ചില സ്ഥലത്ത് കുട്ടികൾ പോയി, മക്കൾ പോയി, കൊച്ചുമക്കൾ പോയി, പ്രായമായ മാതാപിതാക്കൾ മാത്രമുള്ള വീടുകളാണ്. അവരെ എങ്ങനെയാണ് അഡ്രസ് ചെയ്യേണ്ടത്? അവരുടെ വിഷയം അഡ്രസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? അതല്ലേ മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് എന്ന് പറയുന്നത്.
ഇപ്പൊ കുടുംബശ്രീ മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് ഉണ്ടാക്കി 6.5 കോടി രൂപയുടെ പദ്ധതി ഉണ്ടാക്കി, പൈസ കൊടുത്തില്ല. പാക്കേജ് കടലാസിൽ ഉറങ്ങിയാണ്. 8 മാസമായി പാക്കേജ് കടലാസിൽ ഉറങ്ങിയാണ്. 1 രൂപ കുടുംബശ്രീയുടെ മൈക്രോ ലെവൽ ഫാമിലി പാക്കേജിന് കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് കൊടുത്തില്ല? നിങ്ങൾ അംഗീകരിച്ച പ്രോജക്റ്റ് അല്ലേ, നിങ്ങൾ കൊടുത്തില്ല. അതുപോലെ സർ, വായ്പകളുടെ തിരിച്ചടവ് കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ നടപടി സ്വീകരിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ നമുക്ക് അതിന്റെ ഓൾട്ടർനേറ്റീവ് നമ്മൾ ആലോചിക്കണ്ടേ? 30 കോടിയല്ലേ സ്റ്റേറ്റ് ബാങ്ക് കൊടുത്തു. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF നേതൃത്വത്തിലുള്ള കാർഷിക ബാങ്ക് 1 കോടി ചില്ലാൻ കടമുണ്ട്. ഞങ്ങൾ ഗവൺമെന്റിനോട് അനുമതി ചോദിച്ചു, അനുമതി കിട്ടിയിട്ടില്ല. ഞങ്ങളാണ് അവരോട് വിളിച്ചു പറഞ്ഞത്, കാർഷിക ബാങ്കിന്റെ കടമുണ്ടെങ്കിൽ വായ്പ എഴുതി തള്ളണം. പക്ഷെ അവർക്ക് ഗവൺമെന്റിന്റെ പെർമിഷൻ വേണം. ഗവൺമെന്റ് പെർമിഷൻ കൊടുത്തിട്ടില്ല. സാർ, കേന്ദ്ര സർക്കാർ ഈ 30 കോടി രൂപയുടെ ഈ പാവപ്പെട്ടവരുടെ വായ്പ എഴുതി തള്ളിയില്ലെങ്കിൽ നമ്മൾ ഓൾട്ടർനേറ്റീവ് ആലോചിക്കണ്ടേ? അവർ ചെയ്യുമെന്ന് നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? പലിശ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇയർ എൻഡിംഗ് ആണ്. ജപ്തി നോട്ടീസ് വന്നുകൊണ്ടിരിക്കുക. അവിടെ ജപ്തി ഒന്നുമില്ല, എന്നാലും ബാങ്കിൽ ബാധ്യതയല്ലേ. വേറൊരു കാര്യത്തിന് ലോൺ എടുക്കാൻ പറ്റുമോ? സിബിൽ സ്കോർ പോയില്ലേ? 6 മാസമായി 8 മാസമായി ഈ ലോൺ എടുത്ത മുഴുവൻ, എല്ലാ വീട്ടിലും ഒരു ലോൺ ഉണ്ടാവില്ലേ സാർ? ആ ലോൺ അടയ്ക്കാത്ത എല്ലാവരുടെയും സിബിൽ സ്കോർ പോയി. ഒരു നയാ പൈസ അവർക്കൊന്നും കേരളത്തിലെ ഒരു ബാങ്കിൽ നിന്നും ലോൺ കിട്ടില്ല ഇത് പൂർത്തിയാക്കാതെ. അത്രയും ഗുരുതരമായ വിഷയമാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ കുടുംബങ്ങൾക്ക്. അത്രയും വലിയ പ്രശ്നങ്ങളാണ് സാർ. അതുപോലെ നഷ്ടപ്പെട്ട രേഖകൾ അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ മന്ദഗതിയിലാണ് സാർ, മന്ദഗതിയിൽ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സാർ, 8 മാസമായിട്ട് ഒരു ലിസ്റ്റ് ഇതുവരെ പൂർത്തിയായിട്ടില്ല ദുരന്തബാധിതരുടെ. അങ്ങ് 1 ലിസ്റ്റ് പറഞ്ഞു, 2 ലിസ്റ്റ് പറഞ്ഞു, 3 ലിസ്റ്റ് പറഞ്ഞു. ഇപ്പോഴും കംപ്ലൈന്റ്, ആദ്യത്തെ ലിസ്റ്റിന്റെ കംപ്ലൈന്റ് കൊടുക്കേണ്ട ദിവസം മാർച്ച് 13-ാം തീയതി. സാർ, 8 മാസമായിട്ട് ഇപ്പോൾ 2018 വെള്ളപ്പൊക്കത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദുരന്തമുണ്ടായത് എൻ്റെ നിയോജകമണ്ഡലത്തിലാണ്. കേരളത്തിലെ ഏറ്റവും 2000 വീടുകൾ തകർന്നു, 3000-ലധികം വീടുകൾ ഭാഗികമായി തകർന്നു, 22 സ്കൂളുകളിലെ നാശനഷ്ടങ്ങൾ ഉണ്ടായി, 500-ലേറെ കർഷകരുടെ കൃഷിസ്ഥലങ്ങളിലെല്ലാം പോയി, ഒരുപാട് ഇത് പോയി. ഇതിൻ്റെയൊക്കെ 10 ഇരട്ടി 20 ഇരട്ടി ഉണ്ട് നഷ്ടമുണ്ടായത്. സാർ, വിത്തിൻ 1 മന്ത്, 1 മാസം കൊണ്ട് മുഴുവൻ ആളുകളുടെയും ദുരന്തബാധിതരുടെയും ലിസ്റ്റ് തയ്യാറാക്കി. ഞാനല്ല തയ്യാറാക്കിയത്, ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ഈ ഗവൺമെന്റ് ഇരിക്കുമ്പോൾ തന്നെയാണ്. ഞങ്ങൾ എല്ലാവരും കൂടി സഹകരിച്ച് ഒറ്റ മാസം. സാർ, ഇത് ആ പഞ്ചായത്തിലെ 3 വാർഡ് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ നമ്പറുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ നമ്പർ ഉണ്ടോ? 10, 300, 400 അല്ലെങ്കിൽ 500 പേരെ ബാധിക്കുന്ന വിഷയമാണ്. ദുരന്തബാധിതരുടെ ലിസ്റ്റ് ഈ 8-ാം മാസമായിട്ടും അന്തിമമായ ലിസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ സാർ, ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് പറയാതിരിക്കാൻ പറ്റുമോ? ഈ ഹൗസിൽ വന്ന് ഞങ്ങൾക്ക് ഈ പരാതി പറയാതിരിക്കാൻ പറ്റുമോ? അതാണ് ഗൗരവമുള്ള സാർ വിഷയം. ഇവിടെ ആ ലിസ്റ്റിൽ ഇപ്പോഴും കോൺട്രഡിക്ഷൻ. എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പേരുണ്ട്. ബഹുമാനപ്പെട്ട സിദ്ദീഖിന് ഇവിടെ സമയം കിട്ടാത്തതുകൊണ്ടാണ് അദ്ദേഹം പറയായിരുന്നത്. ഇഷ്ടം പോലെ ആളുകളുടെ പേര്, റഷീദുണ്ട്, കറുപ്പയ്യനുണ്ട്, സാജനുണ്ട്, അലിയാരുകുട്ടിയുണ്ട്, നിരവധി ആളുകളുടെ പേരുണ്ട് ദുരന്തബാധിതരാ. നിങ്ങൾ ഈ 3 ലിസ്റ്റ് ഇറക്കിയിട്ടും ആ 3 ലിസ്റ്റിലില്ല. എന്ത് ചെയ്യും സാർ? അവരെന്ത് ചെയ്യും? പിന്നെയുള്ള പ്രശ്നങ്ങൾ എങ്ങനെ? ചില സ്ഥലത്ത് ഈ ദുരന്തം കണക്കാക്കിയിരിക്കുന്ന സ്ഥലത്ത് 80-90% പേര്, 80% ആളുകളെ ആ ലിസ്റ്റിൽപ്പെടുത്തി. ബാക്കി 10-20% ആളുകളോട് അവിടെ ജീവിക്കാൻ പറഞ്ഞേക്കുക. അവരെങ്ങനെ ജീവിക്കും സാർ? ചെളി ഒലിച്ചു പോയിരിക്കുന്ന സ്ഥലമാണ്, അവിടെ ജീവിക്കാൻ പറ്റില്ല. 2ാമത്തെ ലിസ്റ്റിൽ അപാകതയാണ്. പിന്നെ ഒരു പാലത്തിൻ്റെ അപ്പുറത്തേക്ക്, ഒരു ബെയിലി പാലത്തിൻ്റെ അപ്പുറത്തേക്ക് ഈ വേനൽക്കാലത്ത് പോലും 3 മണി കഴിഞ്ഞ് അങ്ങോട്ട് പോകാൻ പാടില്ല എന്നാണ് നിബന്ധന. അപ്പം ഈ വരാൻ പോകുന്ന ഈ മഴക്കാലത്ത് അവരവിടെ എങ്ങനെ ജീവിക്കും സാർ? എത്രമാത്രം പ്രശ്നങ്ങളാണ് ഈ ലിസ്റ്റിൽ മുഴുവൻ അപാകതകളുടെ കൂമ്പാരമാണ് സാർ. DDMA ലിസ്റ്റ് തയ്യാറാക്കിയതിൽ അപാകതയുണ്ടെങ്കിൽ ഗവൺമെന്റ് ഇടപെട്ട്, റവന്യൂ വകുപ്പ് ഇടപെട്ട് ചെയ്യണം. നമുക്കെന്താ ലിസ്റ്റിന്റെ ബേസ് എങ്ങനെയാണ്? കറണ്ട് ബില്ല് അടയ്ക്കുന്നവരുടെ, അല്ലേ, വെള്ളക്കരം അടയ്ക്കുന്നവരുടെ, പഞ്ചായത്തിലെ കരമടയ്ക്കുന്നവരുടെ, വില്ലേജ് ഓഫീസിൽ കരമടയ്ക്കുന്നവരുടെ ഈ ലിസ്റ്റ് എല്ലാം നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ്. അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് നല്ല ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റും ഈ DDMAയുടെ ലിസ്റ്റും തമ്മിൽ വലിയ വ്യത്യാസമാണ്. ആ ഗ്രാമപഞ്ചായത്ത് ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ ഞങ്ങളാണെന്ന് അവിടെ പോയി യോഗം കൂടിയിട്ട് പറഞ്ഞത്, ഞങ്ങളാണ് ഈ സജഷൻ വെച്ചത്. വില്ലേജ് ഓഫീസിൽ കരമടയ്ക്കുന്നത്, പഞ്ചായത്തിലെ, ഇലക്ട്രിസിറ്റി ബോർഡിലെ, വാട്ടർ അതോറിറ്റിയിലെ, ഇതെല്ലാം കൂടി കമ്പയർ ചെയ്ത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക, ഒരാൾ വിട്ടുപോകാതെ.
ആ ഗ്രാമപഞ്ചായത്തിന്റെ കയ്യിൽ ആ ലിസ്റ്റ് ഉണ്ട്. അത് DDMയുടെ ലിസ്റ്റിൽ അതിൽ പലരും ഇല്ല. ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ പലരും ഇല്ല. 8 മാസമായിട്ടും നമുക്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റാതെ പോയി എന്ന് പറയുന്നത് സാർ ശരിയല്ല. സാർ ഇതുപോലെ ഈ കടകളൊക്കെ നഷ്ടപ്പെട്ടു, ജീവനോപാധി നഷ്ടപ്പെട്ടു. സാർ അവർക്ക് എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്തു കൊടുക്കണ്ടേ ജീവിക്കാൻ വേണ്ടിയിട്ട്? അതേ സ്ഥലത്താണെങ്കിൽ അതേ സ്ഥലത്ത് ആ ടൗണിൽ കടകൾ സ്ഥാപിക്കാൻ കൊടുക്കണ്ടേ? ഇപ്പൊ സന്നദ്ധ സംഘടനകൾ ചില കടകൾ ശരിയാക്കി കൊടുത്തു. അവിടെ ഇലക്ട്രിസിറ്റി ബോർഡ് കണക്ഷൻ കൊടുക്കുന്നില്ല. ഇലക്ട്രിസിറ്റി ബോർഡ് കണക്ഷൻ കൊടുക്കുന്നില്ല ആ കടകൾക്ക്. തൊട്ടടുത്ത പള്ളിയിൽ നിന്ന് കണക്ഷൻ എടുത്തപ്പോൾ KSEB വന്ന കണക്ഷൻ കട്ട് ചെയ്ത്. ആരോടാ? ഈ പാവങ്ങളോട്. എന്നിട്ട് ബില്ല് അയക്കുകയാണ്. നേരത്തെയുള്ള ബില്ല് അയച്ചുകൊണ്ടിരിക്കുക. KSEBയുടെ ബില്ലും വാട്ടർ അതോറിറ്റിയുടെ ബില്ലും ഈ പാവങ്ങളുടെ കയ്യിലേക്ക് സാർ വന്നുകൊണ്ടിരിക്കുകയാണ്. സാർ ഈ ടൗൺഷിപ്പിൻ്റെ പ്രശ്നം പറഞ്ഞു. ഞങ്ങളെല്ലാം സഹകരിച്ചാണല്ലോ അതുമായിട്ട്. ഞങ്ങളെല്ലാം സ്വന്തമായി ഭൂമിയെടുത്ത് അവിടെ വീടുണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചതാണ്. മുസ്ലിം ലീഗിൻ്റെ 100 വീട്, രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 100 വീട്, കർണാടക ഗവൺമെൻറ്റിൻ്റെ 100 വീട്, യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച 30 വീട്, അതാണ് ഞങ്ങൾ തരാം എന്ന് പറഞ്ഞത്. ഞങ്ങൾ സ്ഥലമെടുക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് സർക്കാർ ഈ ടൗൺഷിപ്പിൻ്റെ പ്രോജക്റ്റ് കൊണ്ടുവരുന്നത്. നിങ്ങൾ കേസ് ഉണ്ടായെന്ന് പറഞ്ഞു. നിങ്ങൾ എങ്ങനെയാണ് സ്ഥലമെടുത്തത്? സ്ഥലമെടുത്തത് നിങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് നിങ്ങൾ സ്ഥലമെടുത്ത് അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാണ്. അവരുടെ പണം കൊടുക്കില്ല എന്ന് പറഞ്ഞു. സാർ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ചിട്ട് പെർമനൻ്റ് ആയിട്ട് സ്ഥലം എടുക്കാൻ പറ്റുമോ? താൽക്കാലികമായിട്ടാണ് ഒരു ദുരന്തം ഉണ്ടാകുമ്പോഴേ എടുക്കാൻ പറ്റുള്ളൂ. പറഞ്ഞോ, സംശയം. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളായിട്ട് പറഞ്ഞ ആദ്യത്തെ കോടതി മുതൽ കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞത് LARR 2013 അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ കാലതാമസമുള്ളത് കൊണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കാൻ അനുവാദം വേണം. എന്നാൽ LARR 2013 നഷ്ടപരിഹാര തുക കണക്കാക്കി നൽകുന്നതിൽ വിരോധമില്ല അതിൻ്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച്. അതനുസരിച്ച് 27/12/2025 കോടതി അത് പൂർണ്ണമായിട്ടും അംഗീകരിച്ച് ഡിസാസ്റ്റർ ആക്ട് അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കാമെന്നും, എന്നാൽ ആ ആക്ട് അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കുമ്പോൾ പിന്നീട് വേണ്ട നഷ്ടപരിഹാരം LARR 2013 എല്ലാ സെക്ഷൻ വേണ്ട സാർ 26 മാത്രം ഉപയോഗിച്ചുകൊണ്ട് കൊടുക്കണം എന്നും നിശ്ചയിച്ചു. സാർ, അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ച് ഒരു കേസ് കൂടി കോടതിയിൽ വന്നു. കോടതി പറഞ്ഞെന്താ സാർ? ആ കേസ് നടക്കുന്നതിനിടയിൽ ഡിസാസ്റ്റർ ആക്ട് അനുസരിച്ച് ഭൂമി ഏറ്റെടുത്ത നടപടിയെ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നില്ല എന്നാണ്. അതുകൊണ്ട് ഭൂമി ഏറ്റെടുക്കുക ഒരു തടസ്സമില്ല. ആളുകളെ ആശങ്കപ്പെടുത്തരുത്. 27-ാം തീയതി അവിടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും. അതനുസരിച്ചിട്ടുള്ള എല്ലാ ഡെവലപ്മെന്റും ഇപ്പൊ ആ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂമി ഏറ്റെടുക്കുക ഒരു തർക്കവും കോടതി പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചത് ഇത് വൈകാനുള്ള കാരണമാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ചിട്ട് ടെമ്പററി പർപ്പസിനെ ടേക്ക് ഓവർ ചെയ്യാൻ പറ്റുള്ളൂ. പെർമനന്റ് ആയിട്ടുള്ള ഭൂമി പണം കൊടുക്കാതെ ഏറ്റെടുക്കാൻ പറ്റില്ല. പണം കൊടുക്കാതെ ആയപ്പോഴാണ് അവർ കോടതി പോയത്. ആ ഡിലേ ആണ്, ഞാനിത് തീർത്തോട്ടെ, ആ ഡിലേ ആണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. സാർ, ഇപ്പോൾ നമ്മൾ കർണാടകയിൽ ഒരാൾ ലോറിയോടുകൂടി കാണാതെ പോയി. അയാൾ എത്ര ദിവസമാണ് സാർ തെരച്ചിൽ നടത്തിയത്? അർജുൻ്റെ കാര്യത്തിൽ 73 ദിവസമാണ് തെരച്ചിൽ നടത്തി ആ ലോറിയും കണ്ടത്. എനിക്ക് തോന്നുന്നു ഒരു 10-30 ദിവസം കഴിഞ്ഞപ്പോൾ വലിയ മഴ ഉണ്ടായപ്പോൾ ഇവിടെ നിർത്തിവെച്ചു. കുറച്ച് ദിവസത്തേക്ക് നിർത്തിവെച്ചു, ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. അന്ന് നമ്മുടെ മന്ത്രിമാരടക്കമുള്ള ആളുകൾ കർണാടക ഗവൺമെൻറ്റിനെ, ഞാൻ ആരുടെ പേരൊന്നും പറയുന്നില്ല, രൂക്ഷമായി വിമർശിച്ചു കർണാടക ഗവൺമെൻറ്റിനെ. അവിടുത്തെ പ്രകൃതി ദുരന്തം ഉണ്ടായി മാറിക്കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ ആ അന്വേഷണം ആരംഭിച്ച് ഈ ലോറിയും ഈ ആളെയും അർജുനെയും കിട്ടുന്നത് വരെ അവരവിടെ കംപ്ലീറ്റ് നടത്തി. മനസ്സിലായല്ലോ? നടത്തി. ഇവിടെ 33 പേരെ കാണാതായിട്ടുണ്ട്. 33 പേരെ. സാർ, എന്ന് അവസാനിപ്പിച്ചാണ് അന്വേഷണം? നിങ്ങൾ എത്ര ദിവസം തെരച്ചിൽ നടത്തി? നിങ്ങൾ പ്രധാനമന്ത്രി ഇറങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ ഡേറ്റ് ഒക്കെ ഉണ്ട്, ഞാൻ സമയക്കുറവ് മൂലം ദീർഘിപ്പിക്കുന്നില്ല. സാർ, നിർത്തി ഇറങ്ങിപ്പോന്നു. ഇനി 32 പേരെ കാണാതായിട്ട് പ്രഖ്യാപിച്ചു. എത്ര ദിവസമായി സാർ പ്രഖ്യാപിച്ചിട്ട്? കാണാതായി. അവർക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് പോലും ആ കുടുംബത്തിന് ഇതുവരെ കൊടുത്തിട്ടില്ല. പറഞ്ഞാൽ മതി. അങ്ങനെ സംസാരിക്കല്ലേ? ഞാൻ പറയുന്നത് ഇതിന്റെയൊക്കെ തീരുമാനം നിങ്ങൾ എത്രയോ മാസം മുമ്പ് തെരച്ചിൽ അവസാനിപ്പിച്ചാണ്. അവിടെ തെരച്ചിൽ അവസാനിപ്പിച്ച് 32 പേരെ കാണാതായി എന്ന് പറഞ്ഞിട്ട് അവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് പോലും കൊടുത്തിട്ടില്ല.
ഈ നഷ്ടപ്പെട്ട ആളുകളുടെ സർട്ടിഫിക്കറ്റുകൾ സാർ കൊടുത്തിട്ടില്ല. ഇതുപോലുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് സാർ. അവിടെ വന്യമൃഗശല്യമുണ്ട്, വ്യാപകമായി വന്യമൃഗശല്യമാണ് ഇപ്പോൾ ആ പ്രദേശത്ത് ആളുകൾ ജീവിക്കുന്ന സ്ഥലത്ത്. അവിടെ ഒരു ലൈറ്റ് പോലും ഇട്ടിട്ടില്ല സാർ, ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും അവിടെ KSEB ഇട്ടിട്ടില്ല, ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും. എത്ര പ്രാവശ്യം ജനപ്രതിനിധി ഉൾപ്പെടെയുള്ള ആളുകൾ ആവശ്യപ്പെട്ടു സാർ, പൂർണ്ണമായ ചികിത്സാ സഹായമില്ല, ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്കില്ല, കൃഷിസ്ഥലം പോയവർക്കില്ല, ഉപജീവന മാർഗം നഷ്ടപ്പെട്ടവർക്ക് സഹായമില്ല. എന്നിട്ട് 6 ഹെലിപ്പാഡ് പണിയാൻ വേണ്ടി പൈസ കൊടുക്കുന്നവർ സാർ. അവിടെ 6 ഹെലിപ്പാഡ് പണിതാൽ മതിയോ വയനാട്ടിൽ? സാർ, അവിടുത്തെ സാധാരണക്കാരുടെ ജീവിതം ദുരിതപൂർണമായി നിൽക്കുന്നു സാർ. വളരെ വികാരവായ്പോടു കൂടിയാണ്, പൊട്ടിത്തെറിച്ചുകൊണ്ടാണ്. നമ്മൾ പോകുമ്പോഴും നമ്മളും ഗവൺമെന്റിന്റെ ഭാഗമാണ് എന്ന് കരുതിയാണ് അവർ നമ്മളോട് സംസാരിക്കുന്നത്. ഞങ്ങൾ അതുകൊണ്ടാണ് വളരെ വൈകാരികമായിട്ടാണ് അവർ പ്രതികരിക്കുന്നത്. MLA അടക്കമുള്ള ഞങ്ങളോട് എല്ലാവരോടും നമ്മൾ ചെല്ലുമ്പോൾ പ്രതികരിക്കുന്നത്. അവരുടെ ഒരുപാട് പ്രശ്നങ്ങൾ, ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത പ്രശ്നങ്ങൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം, മരുന്നിന്റെ ചെലവ്, ജീവിക്കാനുള്ള അരി മേടിക്കാനുള്ള പണം വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് സാർ. വളരെ വലിയ ദുരന്തമാണ് ഉണ്ടായത്. പക്ഷേ അതിന്റെ നമ്പർ വേറെ പല സ്ഥലത്തും ഉണ്ടായ ദുരന്തവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗവൺമെന്റിന് വളരെ ഭംഗിയായിട്ടും വളരെ വൃത്തിയായിട്ടും പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നമായിരുന്നു, പരിഹരിക്കാൻ കഴിയുമായിരുന്ന പ്രശ്നമാണ്. പക്ഷെ അനാവശ്യമായി സാർ ചുവപ്പ് നാടയിൽ കുടുങ്ങി 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 തീരുമാനമെടുക്കാതെ, ഒരു ലിസ്റ്റ് പോലും തയ്യാറാക്കാൻ പറ്റാതെ, ചികിത്സാ സഹായം കൊടുക്കാതെ, വിദ്യാഭ്യാസ സഹായം കൊടുക്കാതെ വയനാട്ടിലെ ഈ മുണ്ടകൈ ചൂരൽമലയിലെ ദുരന്തബാധിതരെ ഗവൺമെന്റ് ഇപ്പോൾ ആദ്യം കാണിച്ച ആവേശം മുഴുവൻ നഷ്ടപ്പെടുത്തി. ഇപ്പോൾ പറഞ്ഞതുപോലെയല്ല, അവർ പ്രയാസത്തിലാണ് സാർ. അതിൽ ഗവൺമെന്റ് ശക്തമായ നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട്